നമസ്കാരം കൂട്ടുകാരെ, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ഐറ്റംസ് എല്ലാം വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ചെറുപഴം എടുക്കുക, അതിനെ ഒരു 2-3 പീസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ചെറുപഴം വന്നിട്ട് നമ്മുടെ എടുത്ത് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. നമ്മൾ എഗ്ഗ് എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിനെ ഡിപ്പ് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ബനാന പീസ് എടുത്തിട്ട് നമ്മൾ ക്രമ്മിലിടുക. ഇങ്ങനെ നമ്മൾ ഡസ്റ്റ് ചെയ്യുക ക്രമ്മിലിട്ടിട്ട്. ഓക്കെ, മീഡിയം ഹീറ്റിൽ എണ്ണ ചൂടാക്കുക. പിന്നെ അതിനെ നമ്മളെടുത്ത് ആ ബനാന കോട്ട് ചെയ്ത് വെച്ച് ബനാന നമ്മൾ ഫ്രൈ ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന പോലെ ഫ്രൈ ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ഇങ്ങനെ ആവണം. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കരിയാൻ പാടില്ല. പാൻ എടുക്കുക, ഗീ ആഡ് ചെയ്യുക. അതിന് ശേഷം വന്നിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്തിട്ട് ചെറിയ ഫയറിലിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഈ കളറിൽ വരിക ശേഷം പിന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് വെരി സ്ലോ ഫയറാണ്. ഗീ ആണ്, പോഞ്ഞു പോവും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തേൻ ഒഴിക്കുക. തേൻ ഒഴിച്ചതിന് ശേഷം കുറച്ച് കാർഡമം പൗഡർ ഇടുക. കാർഡമം പൗഡർ പിന്നെ എള്ളിട്ടിട്ട് ഫൈനലി നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് ഫൈനലി നമ്മൾ ഇടുന്ന ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ബനാന സ്ലോലി നമ്മുടെ അത് ഒന്ന് മിക്സ് ചെയ്യുക. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഐറ്റം വന്നിട്ട് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡിഷ്. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിയും സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.